اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. പ്രിയമുള്ള സഹോദരന്മാർ, നമ്മൾ ഇന്ന് പഠിക്കുന്ന ഒരു ഹദീസ് പരിശുദ്ധ റമദാനിൽ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട ചില അമാലുകളെ സംബന്ധിച്ചാണ്. عن عبد الله بن السلام رضي الله عنه قال قال النبي صلى الله عليه وسلم أيها الناس أطعموا الطعام وأفشوا السلام وصلوا بالليل والناس نيام تدخلوا جنة ربكم بسلام رواه الترمذي وقال حديث حسن صحيح. തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന അബ്ദുല്ലാഹ് ബിൻ സലാം റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹായ ഹദീസാണ് ഓതിക്കേൾപ്പിച്ചത്. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി അബ്ദുല്ലാഹ് ബിൻ സലാം റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് മഹത്വങ്ങൾ പറയപ്പെട്ട, അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആയാത്തുകൾ അവതരിപ്പിക്കപ്പെട്ട ഒരു സഹാബി കൂടിയാണ് അബ്ദുല്ലാഹ് ബിൻ സലാം. അദ്ദേഹം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ജൂതനായ ഒരു വ്യക്തിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് വന്ന സമയം ആദ്യമായി റസൂലുള്ളാഹി തങ്ങളെ ഒന്ന് കാണുകയും കണ്ട ഉടനെ തന്നെ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ബനൂ ഖൈനുഖ ഗോത്രത്തിൽപ്പെട്ട അറിയപ്പെട്ട ചില പ്രമാണിമാരുടെ കൂടെയായിരുന്നു അദ്ദേഹം റസൂലുള്ളാഹി തങ്ങളെ കാണാൻ വേണ്ടി വന്നത്. വന്ന ഉടനെ തന്നെ റസൂലുള്ളാഹി ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അത് റസൂലാണെന്നും നബിയാണെന്നും മനസ്സിലാകുകയും അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്തു. അതായത് ജൂത ഗോത്രത്തിൽ അവരുടെ കൂട്ടത്തിൽ പാണ്ഡിത്യമുള്ള ഒരു ആലിമായ വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹ് ബിൻ സലാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുത്തൊരു ഉപദേശമാണ് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അയ്യുഹന്നാസ്, ജനങ്ങളെ, അത്ഇമുത് തആം, നിങ്ങൾ ഭക്ഷണം ഭക്ഷിപ്പിക്കുക, വഅഫ്ശുസ് സലാം, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുക, വസല്ലു ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയം രാത്രി എഴുന്നേറ്റ് നിങ്ങൾ നിസ്കരിക്കുക, തദ്ഖുലു ജന്നത റബ്ബിക്കും ബിസലാം, സുരക്ഷിതമായ അവസ്ഥയിൽ നിങ്ങളുടെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. ഇതാണ് ഹദീസ്. ഈ ഹദീസ് പറയേണ്ട പശ്ചാത്തലം, മദീനയിൽ വന്ന സമയം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെ കുടുംബപരമായി സാമൂഹികപരമായി ഒത്തുപോകുന്നതിന് മുമ്പ് അവിടെ ഒരു രാഷ്ട്രം പടുത്തുയർത്ത് ഒരു കുടുംബമായി ഒരു രാജ്യമായി ഭരണം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുന്നത്. അതിൽ ഒന്നാമത് പഠിപ്പിച്ച ഒരു അമല് അത്ഇമുത് തആം, നിങ്ങൾ ഭക്ഷണം ഭക്ഷിപ്പിക്കുക. ഒരുപാട് പോരിശ പറയപ്പെട്ട മഹത്വമുള്ള ഒരു അമലാണ് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്, അല്ലേ? അതിന് പറയേണ്ട കാരണം, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് മുദ്ദസിറിൽ മുഅ്മിനീങ്ങളും കാഫിറുകളും തമ്മിലുള്ള ഒരു സംഭാഷണം കൊടുക്കുന്നുണ്ട്. നാളെ പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് സ്വർഗത്തിന്റെ ആൾക്കാര് നരകത്തിന്റെ ആൾക്കാരെ കണ്ടുമുട്ടും. അപ്പൊ അവരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളും അവർ പറയുന്ന മറുപടികളും അത് മുദ്ദസിറിൽ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, മാ സലകകും ഫീ സഖർ, ഈ കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിങ്ങൾ പ്രവേശിപ്പിച്ചത് എന്താ എന്നീ സ്വർഗത്തിന്റെ ആൾക്കാര് നരകത്തിൽ കത്തിയമരുന്ന മനുഷ്യരോട് ചോദിക്കും. അപ്പൊ അവര് പറയുന്ന മറുപടി, ഖാലു ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ. രണ്ട് കാരണങ്ങൾ അവർ പറയാം. ഒന്ന്, നമ്മൾ നിസ്കരിക്കുന്ന ആൾക്കാരുടെ കൂടെ നിസ്കരിക്കുമായിരുന്നില്ല, അതായത് നിസ്കാരം ഇല്ലാത്ത മനുഷ്യന്മാരായിരുന്നു ഒന്ന്. രണ്ടാമത്തത്, വലം നകു നുത്ഇമുൽ മിസ്കീൻ, നമ്മൾ മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നില്ല, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നില്ല. ഇത് കാരണത്താലാണ് നമ്മൾ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. അപ്പൊ അത്ര പോരിശ പറയപ്പെട്ട ഒരു അമലാണ്. വേറൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ പറഞ്ഞു, അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയങ്കരമായ അമലുകളിൽപ്പെട്ട ഒന്ന് ഈ തുആം, ഭക്ഷിപ്പിക്കലാണ്, മറ്റുള്ളവരെ ഭക്ഷണം കൊടുക്കലാണ്. അത് മാത്രമല്ല, ചില ഹദീസുകളിൽ കാണാം,
ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന് ഒരു ശീലം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നില്ല. എപ്പോഴെങ്കിലും കൂടെ ആരെങ്കിലും ആൾക്കാരെ കൂട്ടിയിട്ട് മാത്രമേ അദ്ദേഹം ഭക്ഷണം കഴിക്കുമായിരുന്നുള്ളൂ. നമ്മൾ ഈ ഹദീസ് പറയേണ്ട കാരണം, പരിശുദ്ധ റമദാൻ യഥാർത്ഥത്തിൽ നമുക്ക് അവസരമാണ്. ഈ ഭക്ഷണം കഴിപ്പിക്കുന്ന അമൽ സജീവമാക്കാനും അതിൽ പ്രാവർത്തികമാക്കാനുമുള്ള അവസരമാണ് പരിശുദ്ധ റമദാൻ. രണ്ടാമതായി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു അമല് അഫ്ഷുസ്സലാം, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുക. കണ്ടവണക്ക് സലാം പറയാം. അതിനൊരു അതിർവരമ്പുകളില്ല. എൻ്റെ പാർട്ടിയിൽപ്പെട്ട ആള്, എൻ്റെ പാർട്ടിയിൽ പെടാത്ത ആള്, അങ്ങനെ ഒരു ചിന്ത സലാം പറയുന്നത് ഉണ്ടാകാൻ പാടില്ല. മുഅ്മിനാണോ അയാളോട് സലാം പറയണം. ഒരുപക്ഷെ വ്യത്യസ്ത മദ്ഹബിന്റെ ആളായിരിക്കാം, അതല്ലെങ്കിൽ വ്യത്യസ്ത ആദർശം സ്വീകരിച്ച ആളായിരിക്കാം, നമ്മുടെ മനഹജ് സ്വീകരിച്ച ആളായിക്കൊള്ളണമെന്നില്ല. എങ്കിലും ദുനിയാവിൽ മുസ്ലിം എന്ന അഡ്രസ്സിൽ അവരോട് സലാം പറയണം. അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ്, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുകയും അതേപോലെ തന്നെ അലാമൻ അറഫ്ത വമല്ലം താരിഫ്, റസൂൽ അങ്ങനത്തെ വാക്കുപയോഗിച്ചത്, നിങ്ങൾ അറിയുകയും അറിയുന്ന ആൾക്കാരോടും അറിയാത്ത ആൾക്കാരോടും നിങ്ങൾ സലാം പറയുക. അതിനും ഒരുപാട് പോലീസുകൾ പറയപ്പെട്ട ഒരു സംഗതിയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ വീട്ടുകാരോട് സലാം പറഞ്ഞിട്ട് വീട്ടിലേക്ക് പ്രവേശിക്കുക. കാരണം അത് യകൂനു ബറകതൻ അലൈക വഅലാ അഹ്ലി ബൈതിക്, നിനക്കും നിന്റെ കുടുംബക്കാർക്കും ബറക്കത്ത് ഉണ്ടാകാൻ കാരണമാകും. അത് നമ്മൾ മക്കളെ ശീലിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. വീട്ടിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും സലാം പറഞ്ഞിട്ട് കയറുകയും ഇറങ്ങുകയും ചെയ്യുക എന്നുള്ളത്. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വസല്ലു ബില്ലൈലി വന്നാസു നിയാം, നീ ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയം, അതായത് പാതിരാ സമയം, തഹജ്ജുദിന്റെ സമയം നീ നിസ്കരിക്കുക. ആ നിസ്കാരം റബ്ബിന്റെ അടുക്കൽ കാന മശ്ഹൂദ, സാക്ഷ്യം വഹിക്കപ്പെടുന്ന നിസ്കാരങ്ങളായിരിക്കും. തഹജ്ജുദ് നിസ്കാരം, ഖിയാമുൽ ലൈൽ നിസ്കാരം. ഈ മൂന്ന് അമലുകൾ നീ ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, തദ്ഖുലു ജന്നത റബ്ബികും ബിസ്സലാം, നിന്റെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് സുരക്ഷിതമായി കൊണ്ട് നീ കടന്നു ചെല്ലുക. അപ്പൊ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന മൂന്ന് അമലാണ് ഇത്. ഈ മൂന്നിന്റെ പ്രത്യേകത റമദാനിൽ സജീവമായി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്ന അമലുകളാണ്. ഭക്ഷിപ്പിക്കലും, അതേപോലെ തന്നെ സലാം വ്യാപിപ്പിക്കലും, അതേപോലെ രാത്രി നിസ്കാരം നിർവഹിക്കലും. ഇത് മൂന്നും ഈ റമദാനിൽ പ്രാവർത്തികമാക്കാൻ പറ്റിയ അമലുകളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അമലുകൾ ചെയ്ത് മുന്നേറാൻ നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും സമയത്തിലും ആരോഗ്യത്തിലും അല്ലാഹു നല്ല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഹാദാ വല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.